കണ്ടോ? ഈ വ്ളോഗ് കഴിഞ്ഞിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ ഇത് ദുരന്ത പോയി ഏത് റിലീജിയസുകാർക്കും ഇവിടെ വരാം. അതിനകത്ത് പീസ്ഫുള്ളായിട്ട് ഇരിക്കാം. അങ്ങനത്തെ ഉള്ളൊരു കോൺസെപ്റ്റാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഫ്രണ്ട് പോർഷൻ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. ജമാ മസ്ജിദിൻ്റെ അടുത്തെത്തി. തിരക്കുണ്ടോ? ഇന്നത്തെ ദിവസം സത്യമാണ് നല്ല തണുപ്പുണ്ട്. ഇന്നലെ വൈകിട്ട് തൊട്ട് ഒരു പ്രത്യേക തണുപ്പും കാര്യങ്ങളൊക്കെ. ഇന്നലെ നമ്മൾ വൈകിട്ട് ഷോപ്പിംഗ് കരോൾ ബാഗൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര തണുത്ത കാറ്റാണ്. നമ്മൾ വിചാരിച്ച് മഴ പെയ്യുമെന്ന് വിചാരിച്ചു. മഴ അങ്ങനെയൊന്നുമില്ല, പക്ഷേ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ 10ഉം 12ഒക്കെ ആയിരുന്നു രാത്രിയിലത്തെ ടെമ്പറേച്ചർ. ഇന്ന് രാവിലെ ഇപ്പോൾ ഉച്ച 12:30 ഇപ്പോഴും നല്ല തണുത്ത കാറ്റ്. അതാ കൈയുള്ള ഉടുപ്പൊക്കെ ഇട്ട് ഇറങ്ങിയത്. എന്നാലും ഈ ചെവി കൂടെയൊക്കെ നല്ല തണുപ്പടിക്കുന്നുണ്ട്. ഇന്ന് എന്തെന്നറിയാൻ വയ്യ. 2 ദിവസം ഇവിടെ വന്നപ്പോൾ പ്രശ്നമില്ലായിരുന്നു. ഇന്ന് നല്ല തണുപ്പും ഇതൊക്കെ ഉണ്ട്. അശ്വം ഇത് അവിടെ നിന്ന് നടന്നു വരിക. നമ്മൾ ലോട്ടസ് ടെമ്പിളിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടുത്തെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അവിടെ നമ്മൾ ടിക്കറ്റ് ഇല്ലെന്ന് തോന്നുന്നു. ക്യൂ നിന്ന് നമുക്ക് അകത്ത് കയറണം. അപ്പോൾ കണ്ടോ, നമുക്ക് അവിടെ നിന്ന് ക്യൂ കയറി അകത്തോട്ട് കയറാം ഗൈസ്. ലോട്ടസ് ടെമ്പിളിലെത്തി. ലോട്ടസ് ടെമ്പിൾ എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ പറയാം. ഇവിടെ കണ്ടോ, നമുക്ക് ചെരുപ്പ് ഊരി വേണം. ഇത് ബഹായിസ് വർഷിപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. അതായത് നമുക്ക് ഏത് റിലീജിയസുകാർക്കും ഇവിടെ വരാം. അതിനകത്ത് പീസ്ഫുള്ളായിട്ട് ഇരിക്കാം. അങ്ങനത്തെ ഉള്ളൊരു കോൺസെപ്റ്റാണ്. അങ്ങനെ ഇന്ന റിലീജിയനോ അങ്ങനെയൊന്നുമില്ല. അതാണ് ബഹായുടെ ഒരു മെയിൻ കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെരുപ്പ് ഊരി ബാഗിനകത്ത് ഇട്ടതിന് ശേഷം വേണം ഇതിനുള്ളിൽ കയറാൻ. ഇവിടെ ഒരു സഞ്ചിയും എടുത്തു അതിനകത്തുനിന്ന്. ഇന്ന് വർക്കിംഗ് ഡേ അല്ല, ഇന്ന് വർക്കിംഗ് ഡേ ആണ്. എന്നിട്ടും ഇത്രയും തിരക്കുണ്ടോ? അപ്പോൾ ഇതിനുള്ളിൽ കയറണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ചെരുപ്പ് ഇട്ടിട്ട് വേണം. ഇതിൻ്റെ ചെരുപ്പ് നമ്മൾ ബാഗേജിനകത്ത് ഇട്ടിട്ട് വേണം ഇതിനകത്ത് കയറാം. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ വീഡിയോ എടുത്തുകൂടാ. പിന്നെ അതുപോലെ തന്നെ സംസാരിക്കാനൊന്നും പാടില്ല. അങ്ങനെ കൊണ്ട് നമുക്ക് ചെരുപ്പ് ഊരി ഇതിനകത്ത് ഇട്ടിട്ട് അകത്ത് കയറാം. നമ്മളങ്ങനെ ലോട്ടസ് ടെമ്പിൾ കണ്ട് ഉള്ളിൽ നിന്ന് ഇറങ്ങി. അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, നമുക്കറിയാവുന്നതാണ്. വന്നപ്പോഴത്തേക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം അകത്തുനിന്ന് നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി. പുറത്ത് ഭയങ്കര കാറ്റാണ്. അതിൻ്റെ മുകളിലൊക്കെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര കാറ്റായിരുന്നു. നമ്മളെ പറത്തിക്കൊണ്ടുണ്ട്. തൊപ്പിയൊക്കെ പറന്നങ്ങ് പോവുക. ഭയങ്കര കാറ്റാണ്. അപ്പം അശ്വന്ത് കൊണ്ട് അവിടെ ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോയി. ചെരുപ്പ് എടുത്തിട്ട് ഇനി നമുക്ക് തിരിച്ച് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ വന്ന ആ ഒരു മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ റെഡ് ഫോർട്ടിലേക്ക് പോകും. ഭയങ്കര കാറ്റ്, ഒടുക്കത്തെ കാറ്റ്. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ? ഇവിടെയൊക്കെ ഭയങ്കര തിരക്ക്. ഇന്ന് നല്ല തിരക്കുണ്ട്. ഉണ്ടോ? എല്ലാവരും ചെരുപ്പൊക്കെ ഇട്ടോണ്ടിരിക്കുക. നമുക്കുള്ള ചെരുപ്പായിട്ട് ആൾ വന്നില്ല. നമ്മൾ പുറത്തിറങ്ങി. നല്ല തിരക്കുണ്ടോ? പുറത്തിറങ്ങി നമ്മൾ ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ വാങ്ങി. ഉണ്ടോ? ഇതിൽ ലോട്ടസ് ടെമ്പിളിൻ്റെ ഉണ്ട്. ഉണ്ടോ? ലോട്ടസ് ടെമ്പിളിൻ്റെ ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങി. ഹുമയൂൺ സ്റ്റോമിൻ്റെ നമ്മൾ ഇന്നലെ വാങ്ങാൻ വിട്ടുമായിരുന്നു. അവിടെ കിട്ടിയതും ഇല്ലായിരുന്നു. ഉണ്ടോ? ഹുമയൂൺ സ്റ്റോമിൻ്റെ വാങ്ങി. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇതൊക്കെ ഉണ്ട്. കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ വന്ന ആ ഒരു മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നേരെ പോകുമ്പോൾ റെഡ് ഫോർട്ട്. ഗൈസ്, നമ്മൾ ലാൽ ഖില മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങി. ലാൽ ഖില മെട്രോ സ്റ്റേഷനാണ് റെഡ് ഫോർട്ടിന് ഏറ്റവും അടുത്തായിട്ടുള്ള മെട്രോ സ്റ്റേഷൻ. ലാൽ ഖില എന്ന് പറഞ്ഞാൽ തന്നെ റെഡ് ഫോർട്ട് എന്നുള്ളത് തന്നെ. അപ്പം റെഡ് ഫോർട്ടിൻ്റെ അടുത്ത് വന്ന് നമുക്കിനി ഇതിനുള്ളിൽ കയറാം. ഇവിടെ കണ്ടില്ലേ, റോഡിൽ ഭയങ്കര തിരക്കാണ്. ഇടുക്കത്തെ തിരക്ക്, ഭയങ്കര ട്രാഫിക്കൊക്കെയാണ്. ഇവിടെ കണ്ടില്ല ഒരുപാട് കച്ചവടങ്ങൾ. ഇവിടെ എന്തോ ഫെസ്റ്റ് എന്തോ നടക്കുന്നുണ്ട്. അതിൻ്റെ അതൊക്കെ കണ്ട. അതിൻ്റെ തൊട്ട് ബാക്കിൽ നമുക്ക് ചെറുതായിട്ട് കാണാം. അപ്പോൾ നേരെ നടന്ന് അവിടെ ഭാഗത്ത് എന്തോ ആണ് എൻട്രി. ആ വഴി നമുക്ക് ഈ റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിൽ കയറാം. ഇവിടെ കണ്ടില്ലേ കുറേ കച്ചവടങ്ങളും ഫുഡിൻ്റെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെയാണ്. എല്ലാം നല്ല ചീപ്പ് റേറ്റാണ്. 10 രൂപ, 30 രൂപ, 20 രൂപ ആ ഒരു റേഞ്ചിലൊക്കെയാണ് കാര്യങ്ങളെല്ലാം. കണ്ടില്ലേ, ആ ഭാഗത്തൊരു ഇലക്ട്രോണിക് മാർക്കറ്റ് ഉണ്ട്, ലജ്പത് റോയ് ഇലക്ട്രോണിക് മാർക്കറ്റ്. അത് ഏഷ്യയിലെ ഏറ്റവും ഓൾഡസ്റ്റും പിന്നെ ഭയങ്കര ബിഗ്ഗസ്റ്റും ആയിട്ടുള്ള ഇലക്ട്രോണിക് മാർക്കറ്റാണ്. നമുക്ക് റെഡ് ഫോർട്ടിനകത്തോട്ട് കയറാം. ഈ വഴിയാണെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഫുള്ള് ഫുഡിൻ്റെ ടൈമാണ്. ഇപ്പം 3 മണി കഴിഞ്ഞ് 3-3:30 ആ ഒരു ടൈമാണ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് ഫുഡിൻ്റെ തിരക്കാണ് ഇവിടെ. അതുകൊണ്ട് അയ്യോ, നമുക്ക് നേരെ ഈ ട്രാഫിക്കിലൊന്നും പെടാതെ നടന്ന് റെഡ് ഫോർട്ടിലോട്ട് കയറി പോകാം. ഈ കച്ചവടങ്ങളുടെയും തിരക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എങ്ങനെയെങ്കിലും ഉന്തി തള്ളി റെഡ് ഫോർട്ടിൻ്റെ അകത്തെത്തി. റെഡ് ഫോർട്ടിൻ്റെ ഫ്രണ്ട് ആ ഒരു കോംപ്ലക്സ് ഏരിയയിലെത്തി. ഇവിടെ കണ്ടില്ല എന്തോരം തിരക്കാന്ന് നോക്കി. ഫുള്ള് തിരക്കാണ്. അതുപോലെ തന്നെ ഭയങ്കര വെയിലുമുണ്ട്. നല്ല വെയിലുണ്ട്. ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നല്ല വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുട്ടായിട്ടായിരിക്കും കാണുന്നത്. അല്ലേ, ഇരുട്ടായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇങ്ങോട്ട് വെയിലടിക്കുന്നതുകൊണ്ടുണ്ടോ റെഡ് ഫോർട്ട് നല്ല തിളങ്ങി നിൽക്കുക. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ഇതിലാണ് നിൽക്കുന്നത്. കണ്ടോ, ഭയങ്കര ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് റെഡ് ഫോർട്ട് എന്ന് പറയുന്നത്.
ഈ റെഡ് ഫോർട്ടിന് ലാൽ കില എന്നും പറയും. നമ്മൾ ഇറങ്ങിയ മെട്രോ സ്റ്റേഷനിൽ അത് ലാൽ കിലയാണ്. ലാൽ കില എന്ന് പറയുന്നത് തന്നെയാണ് ഇതിൻ്റെ ഈ റെഡ് ഫോർട്ടിൻ്റെയും നെയിം ലാൽ കില എന്നാണ്. കാരണം ലാൽ എന്ന് പറഞ്ഞാൽ റെഡ്, കില എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഫോർട്ട് തന്നെയാണ്. അപ്പം ലാൽ കില എന്നും ഇതിനൊരു പേരുണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 12 മെയ് 1639, ഇഫ് ഐ ആം നോട്ട് റോങ്, ആ ഒരു ഡേറ്റിലാണ് ഈ ഒരു റെഡ് ഫോർട്ട് ഇവിടെ നിർമ്മിച്ചത് വേറെ ആരുമല്ല, ഷാജഹാൻ തന്നെയാണ് ഇത് നിർമ്മിച്ചത്. ഷാജഹാൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, താജ്മഹൽ നിർമ്മിച്ച അതേ ഷാജഹാൻ തന്നെയാണ് ഈ റെഡ് ഫോർട്ടും ഇവിടെ ഈ ഒരു ഡൽഹിയിൽ നിർമ്മിച്ചത്. മുഗൾ എംപറേഴ്സിൻ്റെ ഒരു റെസിഡൻസ് ആയിട്ടാണ് ഈ ഒരു റെഡ് ഫോർട്ട് ഈ ഡൽഹിയിൽ നിർമ്മിച്ചത്. അപ്പോൾ ഈ ഡൽഹിയിൽ ഇങ്ങനെ ഒരു മുഗൾ എംപററിൻ്റെ ഒരു റെസിഡൻസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൽഹിയിലോട്ട് അവരുടെ ആഗ്രയിൽ നിന്നുള്ള മുഗൾ ക്യാപിറ്റൽ ഡൽഹിയിലോട്ട് മാറ്റണം എന്നുള്ളതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ ഒരു റെസിഡൻസ് നിർമ്മിച്ചത്. അവിടെ നിന്ന് വരുന്ന എംപറേഴ്സിന്. പിന്നെ അതുപോലെ തന്നെ ഇനി ഇതാണല്ലോ ക്യാപിറ്റൽ. അപ്പോൾ ഇത് ക്യാപിറ്റൽ ആകുമ്പോഴത്തേക്ക് മുഗൾ എംപറേഴ്സിന് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള റെസിഡൻസ് ആയിരുന്നു ഈ ഒരു ലാൽ കില അഥവാ ഈ ഒരു റെഡ് ഫോർട്ട് എന്ന് പറയുന്നത്. ഷാജഹാനാണ് ഇത് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിന് ഉള്ള ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് താജ്മഹൽ നിർമ്മിച്ച അതേ ആർക്കിടെക്റ്റ് തന്നെയാണ് ഈ ഒരു റെഡ് ഫോർട്ടിൻ്റെയും ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത്. ഉസ്താദ് അഹമ്മദ് ലഹോറി എന്ന് പറയുന്ന ആർക്കിടെക്റ്റാണ് താജ്മഹലും അതുപോലെ തന്നെ ഈ ഒരു റെഡ് ഫോർട്ടിൻ്റെയും ആർക്കിടെക്റ്റ് പുള്ളിക്കാരൻ തന്നെയാണ്. പുള്ളിക്കാരൻ്റെ ഡിസൈനാണ് ഇത് ഫുള്ളും നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഉസ്താദ് അഹമ്മദ് ലഹോരി ഇത് ഡിസൈൻ ചെയ്തത് ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ്, വിത്ത് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ ഇൻഫ്ലുവൻസ്ഡ് ഫ്രം പേർഷ്യൻ ആർക്കിടെക്ചർ എന്നുള്ള രീതിയിലാണ്. ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ ഒരു മിക്സും അതേപോലെ തന്നെ പേർഷ്യൻ ആർക്കിടെക്ചറിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലും കൂടെയാണ് ഈ ഒരു ഫുൾ റെഡ് ഫോർട്ട് ഡിസൈൻ ചെയ്ത് ഇവിടെ ബിൽഡ് ചെയ്തത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഫ്രണ്ട് പോർഷൻ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. ഇൻഡിപെൻഡൻസ് ഡേക്ക് പ്രൈം മിനിസ്റ്റർ വന്ന് ഫ്ലാഗ് ഉയർത്തുന്നത് അതുകൊണ്ട് അതിൻ്റെ തൊട്ടുമേള ആ ഒരു കാണുന്ന ആ ഒരു ഭാഗത്താണ് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. 1947 ഓഗസ്റ്റ് 15 ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ് ഇവിടെ ആദ്യം ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തത്. അന്ന് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ എല്ലാ വർഷവും ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇവിടെ പ്രൈം മിനിസ്റ്റർ വന്ന് ഇവിടെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യും. ഇവിടെ അതിൻ്റെ ഒരു സെറിമണിയൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യും. ആ ഒരു ഏരിയയാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു റെഡ് ഫോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് ഇതാണ്. അപ്പം ഈ ആർക്കിടെക്റ്റ് ഉസ്താദ് അഹമ്മദ് ലഹോരി, ആ പുള്ളിക്കാരൻ്റെ ഓർമ്മ സൂചനമായിട്ട് ഈ ഒരു മെയിൻ ഗേറ്റിന് ലഹോരി ഗേറ്റ് എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ലഹോരി ഗേറ്റിലാണ് ഈ ഒരു ഫ്ലാഗ് ഹോസ്റ്റിംഗ് സംഭവങ്ങളെല്ലാം നടക്കുന്നത്. കണ്ടില്ലേ, ആ ഒരു റെഡ് ആൻഡ് വൈറ്റ് കോംബോയിൽ നമ്മൾ ഇന്ത്യൻ ഫ്ലാഗ് അവിടെ പാറി പറന്ന് നടക്കുന്ന കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഈ ഒരു റെഡ് ഫോർട്ടിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇതാണ്. കൂടുതൽ വേണ്ടുന്നവർക്ക് വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ നെറ്റിലും ഒക്കെ അവൈലബിൾ ആണ്. ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ റെഡ് ഫോർട്ടിലോട്ട് കയറി വന്ന ഒരു എൻട്രൻസ് അതാണ് ലഹോറി ഗേറ്റ്. അതാണ് അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. ഇവിടെ സൈഡിലൊക്കെ കണ്ടില്ലേ ഫുള്ള് കച്ചവട സാധനങ്ങളൊക്കെ, ബാഗും ഷോളും തൊപ്പിയും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ജ്വല്ലറി ഐറ്റംസും അങ്ങനെയൊക്കെയാണ്. ഈ സൈഡിലൊക്കെ കണ്ടില്ലേ ഫുള്ള് ഇതിൻ്റെ കച്ചവടങ്ങളൊക്കെയാണ്. നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഷോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഷോപ്പ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മേളിലൊക്കെ ഉണ്ടോ, അടിപൊളിയല്ല. നമുക്ക് നേരെ നടന്ന് ഇതിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്യാം. റെഡ് ഫോർട്ട് കണ്ട് ഞങ്ങളതാ പുറത്തിറങ്ങി. സമയം 5 മണിയായി. കണ്ടോ റെഡ് ഫോർട്ടിൻ്റെ അടുത്ത് തിരക്കുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം എല്ലാം കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് നമ്മൾ പുറത്തിറങ്ങി. ഇനി അടുത്തത് പോകാൻ പോണത് ജമാ മസ്ജിദിലോട്ടാണ്. ജമാ മസ്ജിദ് അവിടെ നല്ല ഫുഡ് കിട്ടും, നല്ല ഷോപ്പിങ്ങിനുള്ള സ്ഥലമുണ്ട്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ജമാ മസ്ജിദിലോട്ടാണ് നമ്മൾ നേരെ പോകുന്നത്. ജമാ മസ്ജിദിൽ പോണതിന് മുന്നേ ഇതാണ് നമ്മൾ തൊട്ടിപ്പുറത്തുള്ള ഈ ഫെസ്റ്റിനകത്തോട്ട് കയറിയതാണ്. ഇവിടെ കണ്ടില്ലേ കുറേ സാധനങ്ങളുണ്ട് കിഡ്സിനൊക്കെ പറ്റിയ. അപ്പം നമ്മളിത് ഇതിനകത്ത് കയറാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ സാധനത്തിനകത്ത് കയറി 2 കറക്കം കറങ്ങിയിട്ട് പോകാം. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറാം. ഇതിനകത്ത് ഊപ്പർ ഇതിൻ്റെ മേലെ തകർത്തിട്ട് വരാം. ചില്ലറ കഴയൊന്നുമല്ല.
അല്ല. ഇതെങ്ങാനും മറിഞ്ഞുരുണ്ട് പോകുമെന്തോ. ഇവിടെ കറക്കമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഉരുണ്ട് ഇങ്ങനെ അങ്ങ് പോകുമെന്തോ. ജമാ മസ്ജിദിലോട്ട് പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ സാധനം കണ്ടതാ, അങ്ങ് നിർത്തി. ഭയങ്കര രക്ഷ. ഇവിടെ അങ്ങ് കയറി. ഭയ്യാ കയറട്ടോ. ഉള്ള ക്യാബിലെത്തി. എൻ്റെ അമ്മേ, അവിടെ പോയിരിക്കും. അല്ല, അവിടെ കറക്കിയെടുത്ത് എറിയ. ഇവിടുന്ന് റെഡ് ഫോർട്ട് കണ്ടോ? എൻ്റെ അമ്മ വിഷ്വൽ വ്യൂ. അയ്യോ, നെഞ്ചൊക്കെ മേലോട്ട് പോണ്. ഇച്ചിരി അത്യാവശ്യം വലുതാണ് കേട്ടോ. സ്പൈഡർ വരാണോ? രണ്ട് സൈഡിൽ പിടിച്ചൊക്കെ ഇരിക്കുന്നത്. ഈ വ്ളോഗ് കഴിഞ്ഞിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ ഇത് നുരുണ്ട് പോയ സ്പീഡ് ആറ് 60 പോട് ഒരെണ്ണം വൈരാഗ്യമുണ്ടെന്ന് ആ പാൻറ് നനഞ്ഞൊക്കെ അങ്ങ് പൊട്ടിക്കും. എടാ കൊണ്ടുപോകലടാ. അടിപൊളിയായിരുന്നു, സൂപ്പർ റൈഡായിരുന്നു. ഇവിടുത്തെ മൊത്തം സിറ്റിയൊക്കെ ഒന്ന് നല്ലപോലെ കാണാൻ പറ്റും. ഇതിൻ്റെ ആട്ടോ ഒലച്ചിലൊക്കെ കണ്ടിട്ട് ഇതിപ്പോൾ ഉരുണ്ട് പോകുമെന്ന് ഫീൽ ചെയ്യുന്നു. സത്യം അമ്മാതിരി മേളിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ സൈഡായിട്ട് ഇങ്ങനെ ഒരു ആട്ടവും. ഇപ്പം ഇറങ്ങി വരാൻ നേരത്തെ ഈ സ്റ്റെപ്പൊക്കെ കിടന്ന് കുലുക്കുന്നു. ഈ ഇറങ്ങിയപ്പോൾ കേട്ടോ സ്റ്റെപ്പ് കുലുക്കുന്നത്. എന്നിട്ടാണ് ഈ സാധനത്തിൻ്റെ മണ്ടയിൽ ധൈര്യത്തിൽ വലിഞ്ഞുപിടിച്ച് കയറി. ഇത് കയറാൻ വേണ്ടി മാത്രം ഈ ഒരു ഫെസ്റ്റിനകത്തോട്ട് കയറിയതാ. ഇനി നമുക്ക് നേരെ ജമാ മസ്ജിദിലോട്ട് പോകാം ഗൈസ്. നമ്മൾ ജമാ മസ്ജിദ് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. ജമാ മസ്ജിദിൻ്റെ അകത്തോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ട്. ഇവിടുത്തെ മാർക്കറ്റ് വേണ്ടിൽ നമ്മൾ എല്ലാ മാർക്കറ്റിലും പോകുകയാണെങ്കിൽ ഇവിടെയും ഭയങ്കര വിലക്കുറവാണ്. 150, 250, 100 ആ റേറ്റിലൊക്കെ ഉള്ളു സാധനങ്ങൾ. എല്ലാം അടിപൊളി സാധനങ്ങളൊക്കെ. ഇലക്ട്രോണിക്സ് ഐറ്റംസും കിട്ടും, അതുപോലെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ ഒരുപാട് കിട്ടും. ഷൂസും ബാഗൊക്കെ, വാച്ച്. ഇങ്ങോട്ട് പെൺപിള്ളേരിനേക്കാളും ആൺപിള്ളേരുടെ സാധനങ്ങളൊക്കെ കൂടുതലും. സരോജിനിയിലൊക്കെ ആണെങ്കിൽ പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ. ഇവിടെ ആണുങ്ങളുടെ സാധനങ്ങളൊക്കെ കുറേ കൂടുതലുണ്ട്. അടുത്തൊക്കെ കാറ്റ് ഈ മേളിൽ ആർപ്പേ കിടന്ന് പറക്കുന്നുണ്ട്. സുടുസുടാ കച്ചവടം എല്ലാം വിലക്കുറവ്. ആവോ ഇവിടെ ഷൂക്ക് ഉണ്ടോ? എത്ര രൂപ നോക്കി? 300 രൂപയുടെ ഷൂ ആയി ഇരിക്കുന്നുണ്ടോ? ഇതെല്ലാം 300 രൂപയുടെ ഷൂ ആണ്. 300. സാരി 300. ജമാ മസ്ജിദിൻ്റെ അപ്പുറത്തുള്ള ഫുഡ് സ്ട്രീറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഫുഡ് കഴിക്കണം. ഫുഡ് സ്ട്രീറ്റ് കാണണ്ടേ? നമ്മൾ മുമ്പ് പോയി എടുത്തിട്ടുള്ളൂ. അവിടെയൊക്കെ തന്നെ ഒന്നും കൂടെ കയറി ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരണം. ജമാ മസ്ജിദിൻ്റെ അടുത്തെത്തി. തിരക്കുണ്ടോ? തിരക്ക് നിസ്കാരം ഇതൊക്കെ ഉള്ളതല്ലേ. നിസ്കാരത്തിന് മാത്രമല്ല, നോയമ്പല്ലേ, നോമ്പ് തുറക്കുള്ള സമയമായി. അതിൻ്റെ തിരക്കാണ് കേട്ടോ. നോയമ്പ് തുറക്കുന്ന സമയമായി, അതിൻ്റെ തിരക്കാണ് ഇവിടെ ഫുള്ള്. എല്ലാവരും ഇവിടെ വന്ന് നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പായിരിക്കും കേട്ടോ. അതിനകത്ത് അതിനുള്ള സൗകര്യങ്ങളൊക്കെ കാണുമായിരിക്കും. അതിൻ്റെ തിരക്കാണെന്നാണ് തോന്നുന്നത്. നിറച്ച ആൾക്കാരാണ്, ഫുള്ള് തിരക്കും ആളുകളുണ്ട്. നമുക്ക് നേരെ ഫുഡ് കഴിക്കണം. ജമാ മസ്ജിദ് ഫുഡ് സ്ട്രീറ്റിലെത്തി. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ ചിക്കനും മുട്ടിയൊക്കെയാണ് പ്ലാൻ. നോക്കണം, ഭയങ്കര തിരക്ക് കണ്ടോ. റംസാൻ്റെ തിരക്കാണ് കണ്ടോ. ഫുള്ള് തിരക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് ഈ റോഡ് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, വണ്ടികളൊന്നും വരാതിരിക്കും. എന്നാലും കുത്തിക്കയറ്റും കുറേമാര് കണ്ടോ. ഫുള്ള് തിരക്കാണ്. നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരിക്കലും കട നോക്കി കയറാം. തിരക്ക് കണ്ടില്ലേ? സൈഡിലെല്ലാം ഫുഡുകളാണ്. മൊഹബ്ബ സർബത്തിൻ്റെ കുറേ ഷോപ്പുകളാണ്. ഇവിടെയൊക്കെ ഒരുപാട് കടകളുണ്ട്. നമുക്ക് അസ്ലം ചിക്കനിൽ പോയി കയറാം. അസ്ലം ചിക്കൻ നോക്കാം. ഇവിടെ ഇവിടെയെല്ലാം കണ്ടില്ലേ, ഒരുപാട് ഷോപ്പുകളുണ്ട്. എല്ലായിടത്തും ഭയങ്കര തിരക്കാണ്. ഷോപ്പുകളെല്ലാം ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അസ്ലം ചിക്കൻ ഉണ്ട്. അസ്ലം ചിക്കനിൽ നമുക്ക് കയറാം. എന്നിട്ട് അവിടെ പോയി മുഹബത്ത് സർബത്തൊക്കെ കുടിക്കാം. അസ്ലം ചിക്കനകത്തോട്ട് നമുക്ക് കയറാം. ഇവിടെ കണ്ടില്ലേ ചിക്കനൊക്കെ കണ്ടില്ലേ? ചിക്കനൊക്കെ റോസാപ്പൂക്കെ ഇട്ട് വെച്ചേക്കുണ്ട്. ചിക്കനൊക്കെ നമുക്ക് അതിനകത്തോട്ട് കയറാം. അടുത്ത സെറ്റപ്പൊക്കെ ഉണ്ടോ? മേളിൽ തന്നെ പോകാം. അതോ താഴെ ഇരിക്കണോ? മേളിലെ താഴെ എവിടെയെങ്കിലും ഇരിക്കാം. നമുക്ക് താഴെ ഇരിക്കാം. അതാകുമ്പോൾ ഇറങ്ങിപ്പോകാനെങ്കിലും എളുപ്പമുണ്ട്. നമുക്കുള്ള ബട്ടർ ചിക്കൻ എത്തി. ബട്ടർ ചിക്കൻ
കോരി വറുത്തിട്ടേക്കും. ബട്ടർ ഉണ്ട്, ബട്ടർ ചിക്കൻ വിത്ത് റോമാലി റൊട്ടി. ബട്ടർ ചിക്കൻ റൊട്ടി നിന്നിറങ്ങി ഈ ഒരു മൊഹബത്ത് കാ സർബത്ത് കൊടുക്കും. അപ്പം ഇവിടെ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ കണ്ടോ, ഫുഡ് സ്ട്രീറ്റിൽ ഫുള്ള് ആളും തിരക്കും കുറഞ്ഞത്. എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയേക്കുക. നോമ്പ് തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബാങ്ക് വിളിച്ച് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയേക്കുക. കണ്ടോ, ഇതൊക്കെ മലയാളീസാണ്, ഫുള്ള് മലയാളീസാണ് ഇവിടെ. ഇത്രയും നേരം വൻ തിരക്കായിട്ട് കിടന്ന സ്ഥലമാണ്. നടക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. ഇപ്പോൾ കണ്ടു ആരുമില്ല, എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടി പോയേക്കുക. നമുക്കിവിടെ കയറി സർബത്ത് കുടിക്കാം. മുഹബത്ത് കാ സർബത്ത്, മുഹബത്ത് കാ സർബത്ത്. ഒന്ന് വാങ്ങിച്ചോ. എങ്ങനെയുണ്ട്? കണ്ടോ, ഇത് റബഡിയാണ്, അത് ഷാഹി തുക്കട. തുക്കട സാധനമാണ്. ഇതും കൂടെ കഴിച്ച് നിർത്താം, വയറ് പൊട്ടും. ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞുണ്ട്. ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഇനി നമുക്ക് നേരെ തിരിച്ച് റൂമിലോട്ട് പോവാം. ക്ഷീണമുണ്ട്, ഉറങ്ങണം, ഒന്ന് കിടക്കണം. അപ്പം തിരിച്ച് നമുക്ക് റൂമിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇന്ന് കണ്ടത് നമ്മൾ ലോട്ടസ് ടെമ്പിളായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ജമാ മസ്ജിദും റെഡ് ഫോർട്ട്, അതെ റെഡ് ഫോർട്ടും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.